ഹലോ ഗായ്സ്, എല്ലാവർക്കും പാർവാലിയുടെ ബീജിംഗ് എക്സ്പെഡിഷൻ്റെ എപ്പിസോഡ് 4ലേക്ക് 4 or 5 ഓർക്കുന്നില്ല സ്വാഗതം. നമ്മളിന്ന് ബീജിങ്ങിൽ കാണുന്നത് ടെമ്പിൾ ഓഫ് ഹെവനാണ്. അതിൻ്റെ എൻട്രൻസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി വരുമ്പോഴുള്ള വളരെ, അതായത് ബീജിംഗ് സിറ്റി ക്യാപിറ്റൽ ഓഫ് ചൈനയ്ക്കകത്തുള്ള ഒരു പ്ലേസാണ്. അതിൻ്റെ എൻട്രൻസ് വരെ ഭയങ്കര കാറ് സിറ്റി ടൗൺ. പക്ഷേ വൺസ് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഗ്രീനറി. നമ്മളെ വെൽക്കം ചെയ്യാൻ തന്നെ പൈൻ മരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. എന്നാലും തിരക്കുണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി തിരക്ക് നല്ല കുറവാണ്. ഫുള്ള് ഗ്രീനറി. നേരത്തെ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്കിനുള്ള ഒരു പൈൻ മരത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പൈൻ സ്ട്രെയിറ്റ് ആയിട്ടില്ല നിൽക്കുന്നത്. ഇവിടെയുള്ള ഇപ്പോൾ ഉള്ള മരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഫുള്ള് ഗ്രീനറി. വെട്ടം ഇങ്ങോട്ട് അധികം അടുത്തോട്ട് വരുന്നില്ല. നമ്മളിപ്പോൾ നടന്ന ആ ഒരു ഗ്രീൻ വാലിയില്ലേ, ഗ്രീനറി നിറഞ്ഞ വാലി, അവിടുന്ന് നമ്മളിപ്പോൾ കയറി വന്ന് അപ്പുറത്തും ഒരു എൻട്രൻസ്, അപ്പുറത്തും ഒരു എന്താ സംഭവമുണ്ട്, ഇപ്പുറത്തും ഒരു സംഭവമുണ്ട്. ഇവിടുന്നാണ് നമ്മൾ വന്നത്. ഈ ടെമ്പിൾ ഓഫ് ഹെവൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം. 14th സെഞ്ച്വറിയിലാണ് ടെമ്പിൾ ഓഫ് ഹെവൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. ഇവരിത് സ്റ്റാർട്ട് ചെയ്തത്, അതായത് എന്തിനാണ് ഈ ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് വർഷത്തിൽ 2 തവണ ഇവിടെ ഓരോ പൂജയും സെറമണീസും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കാണും. അതായത് ഹാർവസ്റ്റിന് വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിവിടെ വന്നാണ് പ്രാർത്ഥിക്കുകയും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ 1900 അറൗണ്ട് 19th സെഞ്ച്വറിയിൽ ഇവിടെ നശിപ്പിച്ചായിരുന്നു. മുഴുവനായിട്ട് നശിപ്പിച്ചില്ല, ഭാഗികമായിട്ട്. പിന്നെ അത് അവർ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ഏതോ റിബൽസ് വന്ന് നശിപ്പിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട്. ടെമ്പിൾ ഓഫ് ഹെവനിലോട്ട് കയറാനുള്ള മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് സ്ട്രീറ്റ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരു വട്ടത്തിൻ്റെ അകത്ത് ഒരു വട്ടത്തിൽ കൊട്ടാരം പണിതുപോലെയാണ് അമ്പലം ഇരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പിൽ തന്നെ ഇവരിവിടെ ഐസ്ക്രീമും വിൽക്കുന്നുണ്ട്. നീല കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്, ചുമല കളറ്, കറുത്ത കളറ്. ഇവരുടെ അടുത്തുനിന്ന് എന്നെ കാണാതെ പോയിരിക്കുകയായിരുന്നു. ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. കൊള്ളാം, നൈസ്. அங்கேயும் இந்த மாதிரி பிரம்மாண்டமாக தான் இருக்கும். ஆனால் நான் ஃபஸ்ட் டைம் இந்த மாதிரி பிரம்மாண்டமான இடத்துல தான் வரேன். இவ்வளோ ஸ்பேஸ் இருக்கும். இது ഞാൻ പേശ മുക്കേ இருக்கும். ഇതൊന്നും ഇടല്ലേ, നല്ലതായിട്ട് തോന്നിയാൽ മാത്രം ഇട. ടെമ്പിൾ ഓഫ് ഹെവൻ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് വന്ന് കണ്ടപ്പോഴത്തേന് ഇത് നല്ല ഹ്യൂജാണ്. പണ്ട് ഇതിനുള്ളിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൾട്ടിവേഷന് വേണ്ടിയിട്ട്, നല്ലൊരു ഹാർവസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ 14th സെഞ്ച്വറിക്ക് പണി തുടങ്ങി. അതിന് ശേഷമുള്ള കാലഘട്ടത്തിലെല്ലാം ഇവിടുന്നാണ് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പ്രാർത്ഥനകൾ. നമ്മൾ പറഞ്ഞ വിൻ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി സെൻറ്ററിലൊരു റൗണ്ടുണ്ട്. ഇവിടെ അവിടെ ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ? അങ്ങനെ നമ്മൾ ടെമ്പിൾ ഓഫ് ഹെവനും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഒട്ടുമിക്ക ബീജിങ്ങിലുള്ള എല്ലാ ഹിസ്റ്റോറിക് പ്ലേസും നമ്മൾ കവർ ചെയ്തു. സോ ഇറ്റ്സ് an end to Beijing expedition.
அதுதான் ஃபர்ஸ்டே சொல்லாத இப்ப சொல்றேன் நாளே அந்த பிளேஸ் எல்லா பிளேஸும் பார்க்கணும்னா நீ மாச கணக்குல இருக்கணும் 4 நாளைக்கு கணக்கு போட்டுக்க எவ்வளவு செலவுன்னு நீ மாச கணக்குல இருந்தீங்கன்னா கணக்கு போட்டுக்க எவ்வளவு ஆகும்னு எல்லா பிளேஸும் பார்த்தாச்சா ഓക്കെ ബൈ ബൈ ടാറ്റ പറ டாடா ടാറ്റ പറ ടാറ്റ പറ கிடைச்சா നോക്കി എല്ലാം കിടന്നു